നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് എയർപോർട്ട് അധികൃതർ. യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും കുതിക്കുകയാണ് ദുബായ് വിമാനത്താവളം. അടുത്ത 10 ദിവസം ദുബായ് വിമാനത്താവളത്തിൽ വൻ തിരക്കുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 21 മുതൽ 30 വരെ 21 ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ എത്തുന്നത്. ദിവസവും ശരാശരി 2.25 ലക്ഷത്തോളം പേർ എത്തുന്നതിനാൽ യാത്രക്കാർ തിരക്കൊഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത ആവശ്യമായ നിർദ്ദേശങ്ങളും എയർപോർട്ട് അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. എയർപോർട്ട് അധികൃതർ യാത്രക്കാർക്കായി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. തിരക്ക് ഒഴിവാക്കാൻ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് രേഖകളെല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ യാത്രാ സംബന്ധമായ മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. 12 വയസ്സിന് മുകളിലുള്ളവർ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗിക്കേണ്ടതാണ്. ടെർമിനൽ 1 യാത്രക്കാർ നിർബന്ധമായും 3 മണിക്കൂർ മുൻപ് എത്തണം. ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം പ്രയോജനപ്പെടുത്തുക. ടെർമിനൽ 3 എമിറേറ്റ്സ് എയർലൈൻസിന്റെ സെൽഫ് ചെക്ക് ഇൻ സംവിധാനം ഉപയോഗിക്കുക. ബാഗേജിന്റെ ഭാരം നിശ്ചിത അളവിലും കൂടിയിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ ദുബായ് മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്തുക. ടെർമിനൽ 3 ആഗമന മേഖലയിലേക്ക് പൊതുഗതാഗത വാഹനങ്ങൾക്കും അധികൃതരുടെ വാഹനങ്ങൾക്കും മാത്രമായിരിക്കും പ്രവേശനമുള്ളത്. കാർ പാർക്കിംഗ് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ നിർദ്ദേശങ്ങളാണ് യാത്രക്കാർക്കായി എയർപോർട്ട് അധികൃതർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. UAE അമേരിക്കൻ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകൾക്ക് മിഡ് ടേം അവധി തുടങ്ങുന്നതും UAE സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിക്കുന്നതുമാണ് തിരക്ക് വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. ഏറ്റവും കൂടുതൽ യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ 30-നാണ്. 2.59 ലക്ഷം പേർ ഈ ദിവസം മാത്രം എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ ദുബായിൽ നിന്ന് കേരളത്തിലേക്കടക്കം 11 കേന്ദ്രങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് കേരളത്തിലേക്കുള്ള കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊച്ചിയിലേക്ക് 380 ദിർഹം, കോഴിക്കോടേക്ക് 269 ദിർഹം, തിരുവനന്തപുരത്തേക്ക് 445 ദിർഹം, ബംഗളൂരുവിലേക്ക് 298 ദിർഹം എന്നിങ്ങനെയാണ് വൺ വേ ടിക്കറ്റ് നിരക്ക്. കൂടാതെ മുംബൈ 279 ദിർഹം, ഡൽഹി 298 ദിർഹം, അമൃത്സർ 445 ദിർഹം, ജയ്പൂർ 313, ലക്നൗ 449, തിരുച്ചി 570 ദിർഹം എന്നിങ്ങനെയാണ്. കോഴിക്കോടേക്ക് ആഴ്ചയിൽ 13 സർവീസുകൾ ഉണ്ടായിരിക്കും. കൊച്ചിയിലേക്ക് 7, തിരുവനന്തപുരത്തേക്ക് 5, മംഗളൂരുവിലേക്ക് 14 സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുക. അടുത്ത മാസം പകുതി വരെ ഈ നിരക്ക് തുടരാനാണ് സാധ്യത. എയർ ഇന്ത്യക്ക് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, ഗോ ഫസ്റ്റ് തുടങ്ങി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുറച്ചിട്ടുണ്ട്. ചില എയർലൈനുകൾ 40 കിലോ വരെ ലഗേജും അനുവദിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.